ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി പറയാണ്, എന്നെ വരട്ടാനൊന്നും നോക്കണ്ട, എൻ്റെ ചേച്ചി അവിടെ സുഖമായിട്ട് തന്നെ കഴിയും എന്ന് പറയുമ്പോൾ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് ശ്രുതികുമാരി. ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപേ നീ വീട്ടിലെത്തിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാലോ. നിന്റെ ചേച്ചിയും ഇവിടെ തന്നെ കാണും നിന്നോടൊപ്പം എന്നും പറഞ്ഞ് ആ ചായക്കപ്പം അങ്ങ് കൊടുക്കട്ടോ ശ്രുതിയുടെ കയ്യിൽ. നല്ല ചായ ആയിരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അശ്വിൻ സാറാം ഒരു വാക്ക് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോകുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അശ്വിൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട്. പിന്നീട് ശ്രുതിയെ കൊണ്ടാക്കി നമ്മുടെ ശ്യാം എത്തുകയാണ് കേട്ടോ അഞ്ജലിയുടെ അടുത്ത്. ശ്യാമേട്ടന് ഞാൻ ഫോൺ വിളിച്ചിരുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞത്? ഞാൻ ബിസി ആയിരുന്നു രാജകുമാരി. ശ്രുതിയെ വീട്ടിലാക്കിയിട്ടല്ലേ ശ്യാമേട്ടൻ പോകുന്നത്? ആ അതേലോ, അങ്ങനെ ചെയ്യാനല്ലേ രാജകുമാരി എന്നോട് പറഞ്ഞത്. ഒരുപാട് വിഷമമുണ്ടെന്ന് തോന്നുന്നു ശ്രുതിക്ക്. അതൊരു തോന്നലല്ല, സത്യമാണെന്ന് പറയട്ടോ ശ്യാം. അതെങ്ങനെ ശ്യാമേട്ടൻ അറിയാം? അതിപ്പോൾ പറയണ്ടല്ലോ, ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. കുഞ്ഞനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്യാമേട്ടനോട് എന്തെങ്കിലും ശ്രുതി പറഞ്ഞിരുന്നോ? ഏയ്, എന്നോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിൾ പ്രോബ്ലം അല്ലാന്ന് തോന്നുന്നു എൻ്റെ രാജകുമാരി. അളിയന് ഇത് എന്താ പറ്റിയത്? ശ്രുതിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അളിയൻ മനസ്സിലെന്തൊക്കെയോ കണക്ക് കൂട്ടി തന്നെയാ അവളെ വിവാഹം കഴിച്ചത്. പക്ഷേ ശ്യാമേട്ട, ഞാനും അവർ തമ്മിലുള്ള കല്യാണം ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ നമ്മളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇത്ര പെട്ടെന്ന് ഇവരെന്തിനാ ഇങ്ങനെ കല്യാണം നടത്തിയതെന്ന് അതാണ് അറിയേണ്ടത് എന്ന് അഞ്ജലി പറയാണ് കേട്ടോ. ശ്യാമേട്ടൻ അറിയോ കുഞ്ഞൻ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന്? ഏയ്, പക്ഷെ ഇതിന്റെ ഫലം അളിയൻ അനുഭവിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ലേ ശ്യാമേട്ട. കുഞ്ഞനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ശ്രുതി. ഈശ്വരനായിട്ടാവും ഇങ്ങനെ ഒരു വിവാഹം നടത്തിയത് എന്നിങ്ങനെ അഞ്ജലി പറയുമ്പോൾ ശ്യാമിനെ ദേഷ്യം പിടിക്കുകയാണേ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ് നടന്ന ആളല്ലേ. ശ്രുതിയോട് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അത് ഈശ്വര നിശ്ചയം തന്നെയാണ്. അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അത് സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ശ്യാമിനോട് പറയുന്നതും ശ്യാം ഒറ്റ മുഖം തിരിക്കലാണേ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. ശ്യാമേട്ടന് എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അതെന്ത് വർത്താന രാജകുമാരി, നിന്റെ കൂടെ അല്ലാതെ ഞാൻ ആരുടെ കൂടെ നിൽക്കും? അതൊക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് പോവാണ്. പിന്നീട് നമ്മുടെ മനോരമയാണെങ്കിൽ മോഹനനോട്, ഇപ്പം എങ്ങനെയുണ്ട് മോഹനേട്ടാ? ഞാൻ പറഞ്ഞതിൽ വല്ല നുണയുണ്ടോ നോക്കിയേ. നീ എന്ത് പറഞ്ഞെന്നാ? ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളുടെയും അവളുടെ ഹസ്ബൻഡിനെയും കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശരിയായില്ലേ? നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്ന ഡ്രാമയായത്. അല്ലെങ്കിലും റിയാലിറ്റിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അവർ എനിമീസാണ്. അങ്ങനെ നിന്നോട് അവർ പറഞ്ഞോ? ഷോ എൻ്റെ മോഹനേട്ടാ, ബുദ്ധിയുള്ളവർക്ക് അത് കണ്ടാലും കേട്ടാലും തന്നെ തോന്നും. എന്താ നിനക്ക് ഇപ്പം അങ്ങനെ തോന്നാൻ? ഈ മനോരമ പറയുന്നത് അച്ചട്ടായിട്ട് ഇവിടെ നടക്കും. ഇവിടുത്തെ സിസ്റ്റേഴ്സ് തമ്മിൽ എന്തൊക്കെയോ ഡ്രാമ നടക്കുന്നുണ്ട്. അതിൻ്റെ റിഹേഴ്സലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഡ്രാമയും ഇല്ല, ഒരു റിഹേഴ്സലും നീ പറയുന്ന പോലെ ഇല്ല എന്നാണ്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പൊട്ടനാണെന്ന്. ആ, അത് തന്നെ എൻ്റെ അമ്മ നിന്നെ കല്യാണം കഴിച്ചത് മുതൽ പറയുന്നത്, നീ ഒരു പൊട്ടനാണെന്ന്. മോഹനേട്ടാ, നിങ്ങൾ പൊട്ടൻ കഴിച്ച് ഇവിടെ നിന്നോ. ഇനി അവർ തമ്മിലുള്ള ആ ഡ്രാമ ഉണ്ടല്ലോ, എന്നെ പുറത്താക്കാനുള്ളതാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ദിസ് എന്ന് മാത്രമല്ല, രണ്ടിനെയും ഞാൻ ഇവിടുന്ന് പുറത്താക്കും. എൻ്റെ സ്വഭാവം അവർ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ മോനെ കൊണ്ട് വേണമെങ്കിൽ ഞാൻ അവളെ ഡ്രൈ വാഷ് ചെയ്യിപ്പിക്കും എന്ന് പറയുമ്പോൾ, നീ ഒന്ന് അടങ്ങും മനോരമേ എന്നിങ്ങനെ പറയാട്ടോ മോഹനൻ. അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, അത് എന്നെയും നിന്നെയോ നമ്മുടെ മോനെയോ ബാധിക്കുന്ന പ്രശ്നമല്ല. നീ അമ്മായിയമ്മ പോരെടുക്കാൻ ശ്രമിക്കല്ലേ എൻ്റെ മനോരമേ. അവിടെയും ഇവിടെയും എന്ത് നടക്കുന്നു എന്ന് ചോദിച്ച് നടക്കുന്നത് നിനക്ക് നല്ലതിനല്ല മനോരമേ എന്നും പറഞ്ഞ് മോഹനൻ അങ്ങ് പോവാണേ. പിന്നീട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണേ. അത് കണ്ടിട്ട് നമ്മുടെ പ്രമീളയും അമ്മായും പറയുന്നുണ്ട്, ഇവൾക്ക് ഇതെന്ത് പറ്റി? വന്നപ്പോൾ മുതൽ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞോ? ഏയ്, അവർ നല്ലവരാണ്, അവരിറക്കി വിടുന്നില്ല. എങ്കിൽ പിന്നെ അവിടെ എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് വരുന്ന വരവാണ് എന്നിങ്ങനെ പറയണ നേരത്ത് ശ്രുതി അമ്മയെയും അമ്മായിയെയും കാണുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുന്ന ആളെ കിട്ടുന്നുമില്ല. ആകാശേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ചേച്ചിയെ ഒരിക്കലും കൈവിടില്ലെന്ന് ഒരുറപ്പ് കിട്ടണം ആകാശേട്ടന്റെ ഭാഗത്ത് നിന്ന്. ഒന്നും തന്നെ നോക്കാനില്ല. ആകാശേട്ടനെ കണ്ട് നേരിട്ട് നടന്ന സംഭവങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് പോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മായി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് തോന്നുമ്പോൾ വന്ന് കയറാനും വല്ലതും വായ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി പോവാനും എല്ലാം ഇത് സത്രമല്ല.
അമ്മായിയും അമ്മയും ഒന്ന് എന്നോട് ക്ഷമിക്ക്. ഇപ്പം ഞാൻ വിചാരിച്ച പോലെ പ്ലാൻ നടന്നില്ലെങ്കിലും അധികം താമസിയാതെ തന്നെ നടക്കും. അപ്പോൾ പ്രമീള ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എങ്ങോട്ടേക്കാ? അതൊക്കെ ഞാൻ വന്നിട്ട് അറിയാം അമ്മയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് ഇറങ്ങി പോവാട്ടോ. ശ്രുതി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രമീള പറയുന്നുണ്ട്, മനസ്സിലുള്ളത് എന്താണെന്ന് ആരോടും തുറന്നു പറയുന്നുമില്ലല്ലോ, അതിനിപ്പോൾ എന്തിനാ പേടിക്കുന്നത്? ഇവൾക്ക് മേൽ നമ്മൾക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ല എന്ന് അവരുടെ വീട്ടുകാർക്കും അറിയാലോ എന്നിങ്ങനെ പറയാട്ടോ അമ്മായി. എങ്കിലും എൻ്റെ രാധ അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവൾക്ക് എന്ത് സംഭവിക്കാനാ പ്രമീളയെടുത്തി? അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ശ്രുതി മോക്കുണ്ട് എന്ന് പറയാട്ടോ അമ്മായി. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ വന്ന് കയറുന്നത് അശ്വിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെയുള്ള സെക്യൂരിറ്റി ഫോണിൽ ശ്രുതിയുടെ ഫോട്ടോ എടുത്തിട്ട് ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ. മേഡം, അകത്ത് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയോ? ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, മേഡം ആരാന്ന് അറിഞ്ഞിട്ട് തന്നെയാ കയറ്റി വിടാത്ത. എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ട്. ആരുടെ ഓർഡർ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വിനും അങ്ങോട്ടേക്ക് എത്തുകയാണേ. അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ശ്രുതികുമാരി ലക്ഷ്മി, ഞാൻ പറഞ്ഞതല്ലാതെ അയാൾ കേൾക്കില്ല എന്ന് പറയണേ. എനിക്ക് ആകാശ് സാറിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ആകാശ് പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസിലാണ്. കോൺഫറൻസ് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്നില്ലല്ലോ, എനിക്ക് ആകാശ് സാറിനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ തട്ടി അങ്ങ് മുന്നോട്ട് പോവാട്ടോ. ശ്രുതി, ഞാൻ നിന്നോടാ പറഞ്ഞത്. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്താക്കേണ്ടി വരും. എന്നിട്ട് ഓഫീസിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ കാണുന്ന ഒരു ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി വരുന്നുണ്ട്. അശ്വിൻ്റെ മുഖം നോക്കി ഒറ്റ ഒഴിക്കലാണേ. അശ്വിനാകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത്, നിങ്ങളുടെ ദേഷ്യം ഇതുകൊണ്ട് തീരാണെങ്കിൽ തീരട്ടെ എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകാനായിട്ട് ഗേറ്റിന്റെ അവിടേക്ക് പോവാണ്. ശ്രുതികുമാരി എന്നിങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ ശ്രുതി തിരിയാണ്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ പോയി ബക്കറ്റിലെ വെള്ളം മൊത്തം എടുത്തിട്ട് ശ്രുതിയുടെ മേലൊഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു കമ്പനി ഓണറുമായിട്ട് ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. സർ, ഇത് അശ്വിൻ സായിറാം, ഇത് മിസ്സസ് അശ്വിൻ സായിറാം എന്ന് പറയുമ്പോൾ അയാൾ, ഹലോ, ഞാൻ ശ്രുതികുമാരി ലക്ഷ്മി, ഹലോ എന്ന് പറയണേ. അശ്വിനോട് ആ സ്റ്റാഫ് എന്തോ പറയുമ്പോൾ മീറ്റിങ്ങിന് കോൺഫറൻസ് മാത്രം മതി, ഞാനിപ്പോൾ വരാം എന്ന് പറയണേ. എന്നിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴി നമ്മുടെ സെക്യൂരിറ്റി ആ ബക്കറ്റും പാട്ടയും ഒക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ആകാശ് വരികയാണേ. ചേട്ടൻ ഇന്ന് നേരത്തെ വന്നോ? ശ്രുതിയും ഉണ്ടല്ലോ. അല്ല, നിങ്ങളെന്താ നനഞ്ഞിരിക്കുന്നത്, എന്താ പറ്റിയേ എന്ന് ചോദിക്കണേ. അത് കേൾക്കുന്ന മുറയ്ക്ക് നമ്മുടെ അശ്വിൻ അങ്ങ് പോവാണ്. ആകാശ് സാർ, ഞാൻ ആകാശ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. എന്താ ശ്രുതി? എൻ്റെ ചേച്ചിയെ ഒരു കാരണവശാലും നിങ്ങൾ കൈ ഒഴിയില്ലല്ലോ? ഒരിക്കലും ഇല്ല ശ്രുതി. ശ്രുതി എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ തിരിച്ചു വരികയാണ്. ആകാശ്, മീറ്റിംഗ് ഉള്ളതല്ലേ, കോൺഫറൻസിന് ലേറ്റ് ആവരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ആകാശ് ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി ഞാനിപ്പോൾ ബിസിയാണ്, നീ വീട്ടിലേക്ക് പോയിക്കോ, അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആകാശ് പോവാണ് കേട്ടോ. ആകാശ് പോയതിന് ശേഷം നമ്മുടെ അശ്വിൻ ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ നീ ഇത്ര ഭയന്നാലോ? നിങ്ങളെ ഭയക്കണല്ലോ, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടല്ലേ കളിക്കുന്നത്. അപ്പോൾ നിനക്കത് അറിയാം, എന്നിട്ടാണോ നീ എന്നോട് മത്സരത്തിന് വരുന്നത്? നീ ആകാശിന്റെ അടുത്ത് കരഞ്ഞിട്ടോ കാല് പിടിച്ചിട്ടോ ഒരു കാര്യമില്ല ശ്രുതി. ആകാശ് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് പ്രീതിയുടെ കാര്യത്തിൽ. എന്താ നിനക്ക് കാണണോ? നീ വീട്ടിലേക്ക് പോകുന്നതാണ് ശ്രുതി നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വരുമില്ല. അങ്ങനെയാണോ? 2 മണിക്കൂർ കൊണ്ട് നീ എൻ്റെ വീട്ടിൽ എത്തിയിരിക്കണം. നിന്റെ ചേച്ചി നിന്റെ വീട്ടിലും കാണും. ഈ പറയുന്ന വ്യക്തിയുടെ പേര് അശ്വിൻ സായിറാം എന്നാ, അത് നീ മറക്കണ്ട. ഇനി എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാണ്. അവൾക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ ധൈര്യം വന്നു? ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിനോട് നിൽക്കുന്ന സമയത്ത് ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ചേട്ടാ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, ചേട്ടനും ശ്രുതിയും തമ്മിൽ എന്താ പ്രശ്നം? ആകാശ്, പേഴ്സണൽ കാര്യമൊക്കെ അങ്ങ് വീട്ടിൽ, സോറി ഏട്ടാ എന്ന് പറഞ്ഞ് ഓഫീസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ആകാശ്, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡീല് ആവശ്യമായിട്ടുണ്ട്, അതിന് നിന്റെ സഹായം വേണം എന്ന് പറയുമ്പോൾ, അതിനെന്താ ഏട്ടാ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആകാശ് അങ്ങ് പോവാണേ. പിന്നീട് നമ്മുടെ അമ്മായി ആണെങ്കിൽ സാരിയിൽ ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് കയറി വരികയാണേ. അമ്മായി കാണണ്ട എന്ന് വിചാരിച്ച് ചെരിഞ്ഞാണ് കേട്ടോ പോകുന്നത്. ശ്രുതി, നീ പിന്നെയും വന്നോ? ഞങ്ങൾ ഒരു സമാധാനത്തോടെ ജീവിക്കാനും നീ സമ്മതിക്കില്ല അല്ലേ എന്ന് പറയുമ്പോഴേക്കും പ്രമീളയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി ഇത്? പിന്നെ അമ്മ, ഓഫീസിലൊരു പാർട്ടി, എൻ്റെ ഓഫീസിൽ ഇങ്ങനെയാണോ പാർട്ടി നടക്കുക? തലവഴി വെള്ളം കോരി ഒഴിച്ചിട്ട്. അത് പിന്നെ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് കളർ വീണിരുന്നു, അത് കഴുകി പോക്കാനായിട്ട് ഞാൻ വാഷ് ചെയ്തപ്പോൾ മൊത്തം നനഞ്ഞു പോയമ്മേ എന്നിങ്ങനെ പറയാട്ടോ ശ്രുതി. അങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. പിന്നെയും നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ അമ്മേ, നീ എന്തേ നേരത്തെ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് വന്നിട്ട് ഞങ്ങളെ ഒക്കെ ബോധിപ്പിച്ചോളാന്നല്ലേ? അത് പിന്നെ അമ്മേ, ഇപ്പോൾ ബോധിപ്പിച്ചില്ലെങ്കിലും ഉടനെ അതുണ്ടാക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാ എന്ന് പറയട്ടെ ശ്രുതി. നിന്റെ ഉറപ്പല്ലേ? അത് വിശ്വസിക്കാൻ പറ്റുന്ന ഉറപ്പ് തന്നെയാണ് എൻ്റെ കൃഷ്ണ.